അതായത് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഹോർമോൺ ചേഞ്ച് വരികയോ ഒരു പ്രണയം വരികയോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത് ആദ്യം കൈ ചൂണ്ടുന്നത് അമ്മയുടെ നടക്കും. ഒരു ആങ്ങള സ്വന്തം പെങ്ങളുടെ മുഖത്തൊരു അടി അടിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ ആ വീട്ടിലുള്ള അച്ഛനും അമ്മയും ബന്ധുക്കാരും എല്ലാവരും മിണ്ടാതെ നിൽക്കുള്ളൂ. കാരണം എന്താ, നമുക്ക് വരുന്ന ഏകദേശം ഒരു 60-70% പെൺകുട്ടികളും മാനസിക രോഗികളാക്കുന്നത് സ്വന്തം വീട്ടിലാണ്. ഏറ്റവും കൂടുതൽ സൈക്കിക് ആൺകുട്ടികളും സൈക്കിക് പെൺകുട്ടികളും ഉണ്ടായത് സൈക്കിക് മാതാപിതാക്കളിൽ നിന്നാണ്. അതായത് 18 വയസ്സ് 16-17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സ്ഥാനം ഉള്ളത് ആ പെൺകുട്ടിക്കാണെന്ന് ഏൽപ്പിച്ചെടുത്തേക്കാം. പല അനാഥാലയങ്ങളിലുള്ള അച്ഛനമ്മമാരും അവർ നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല. അവർ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു തരി സ്നേഹം കൊടുക്കാതെ ഒരു ആത്മാർത്ഥയില്ലാതെ പലതും കുഞ്ഞുങ്ങളെ അത്ര സൈക്കിക് ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ചത്. റോജിൻ ചേട്ടാ, നമ്മള് പല സ്ത്രീകളോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് പുരുഷന്മാരോട് വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ലൈഫിൽ ഇനി എനിക്കൊരു പുരുഷൻ എന്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് പലരും വിചാരിക്കും ഇവർക്ക് ഹോർമോണലി എന്ത് പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ഇവർക്ക് സ്ത്രീകളോടായിരിക്കും താല്പര്യം. ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ചെറുതിൽ എന്തെങ്കിലും അബ്യൂസ് കിട്ടിയത് കൊണ്ട് ആ ഒരു ട്രോമ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പുരുഷന്മാരോടൊരു എതിർപ്പുള്ളത്. ഈ രണ്ട് സാഹചര്യവും അല്ലാണ്ട് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതേപോലെ പുരുഷന്മാരോടൊരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ അവരോടൊരു അവരുടെ ജീവിതത്തിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമോ? ഇത് മെയിൻ 2 കാരണങ്ങളാണ്. ഇനി അല്ലാതെ വേറൊരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാരണമുണ്ട്. അതെന്താന്ന് പറഞ്ഞാലേ, ഈ പെൺകുട്ടികളെ തല്ലിയാൽ ഉപദ്രവിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതായത് പെൺകുട്ടികളെ തല്ലി വളർത്തണം എന്ന് പറയുന്ന അച്ഛന്മാർ കുറച്ചുകൂടി ലിബറലാണ്. പക്ഷെ അമ്മമാരും ആന്റിമാരും അങ്ങനെ സ്ത്രീ സമൂഹങ്ങളുണ്ട് കുറച്ച്. അതായത് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ഹോർമോൺ ചേഞ്ച് വരികയോ ഒരു പ്രണയം വരികയോ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത് ആദ്യം കൈ ചൂണ്ടുന്നത് അമ്മയുടെ നടക്കാം. അമ്മ വളർത്തേണ്ട ദോഷമാണെന്ന് പറയും. ഇത് അമ്മമാരിൽ ഉണ്ട്. ഒരു അമ്മയാവുമ്പോൾ തന്നെ അതൊരു പെൺകുഞ്ഞാണെങ്കിൽ തന്നെ ആ അമ്മയുടെ മനസ്സിലുണ്ടാവുന്ന ആദ്യം ഭയങ്കര വലുതാണ്. അപ്പൊ എന്ത് പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തല്ലി വളർത്തിയ പേടിക്കും. അത് എല്ലാ പെൺകുഞ്ഞുങ്ങളും ഭയന്ന് ജീവിക്കുന്ന വീട്ടില് ഒരു പെൺകുഞ്ഞിനെ കാണിച്ചു തരുമോ, പെൺകുട്ടിയെ കാണിച്ചു തരും, വളരെ കോൺഫിഡൻസ് ആയി വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് വളരെ ചുരുക്ക വീടുകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങൾ ഒരു പ്രായം വരെ ഭയങ്കരമായിട്ട് പേടിച്ച് ഭയന്ന് അച്ഛനെ പേടിച്ച് അമ്മേനെ പേടിച്ച്. അത് എന്തേ പറയുന്നത്? അച്ഛനും അമ്മേനെയും പേടിക്കാനുള്ള വസ്തുക്കളാണോ? ചില കുട്ടികളുടെ കണ്ണിൽ കാണാൻ ഒരു ഭയം. അവർ എല്ലാത്തിനും ഭയോ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയം, ഒരു ഡ്രസ്സ് ഇടുന്നതിന് ഭയം, ഒരു മുടി ഇടുന്നതിന് ഭയം, ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്നതിന് ഭയം എന്ന് വേണ്ട അവരുടെ ജീവിതത്തിൽ അവരെല്ലാം ഭയപ്പെടുത്തി വെച്ചേക്കാം. ഇതെന്താ സംഭവിക്കുക ഇതിനിടയിൽ? മനസ്സിലായോ? ഇവര് ഭയപ്പെട്ട് ജീവിക്കുന്നത്, ഇവരെ അടിമകളാക്കുന്നത് ഇവരുടെ സ്വന്തം വീട്ടുകാരാ. ആ പെൺകുട്ടിയെ വളർത്തി കൊണ്ടുവരുന്നത് മറ്റൊരുത്തിനെ അടിമയാക്കാൻ വേണ്ടിയിട്ടാ. ഒരു അടിമേനെ വളർത്തിക്കൊണ്ടിരിക്കുക വീടിന്റെ അകത്ത്. അടിമേനെ വളർത്തുന്നതാണ് അച്ഛനും അമ്മയും. എന്നിട്ട് ഇതേ ഒരു അടിമേനെ പിടിച്ച് ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടിലോട്ട് കെട്ടിച്ച് ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കും. ഇവിടുത്തെ അടിമത്തം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലോട്ടാണ് അടിമയാവാൻ വേണ്ടി. അവിടെയും കിടന്ന് ഈ അടിമ ജീവിതം ജീവിക്കണം. മനസ്സിലായോ? തുടങ്ങുന്ന എവിടെ നിന്നാ? സ്വന്തം വീട്ടിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? കുറ്റം ഏറ്റെടുക്കാൻ വയ്യ. മനസ്സിലായോ? അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതേപോലെ പെരുമാറും കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഉപദ്രവിച്ച് കഴിയുമ്പോൾ ഇവരുടെ അച്ഛനമ്മയും ഈ പെൺകൊച്ചിന്റെ അച്ഛനമ്മയും എന്റെ മോളെ തൊടാൻ പറ്റില്ല, തല്ലാൻ പറ്റില്ല. എന്റെ മോളെ തല്ലാനും തൊടാനും പറ്റില്ല എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു. അല്ലാതെ തല്ലിയല്ല പഠിപ്പിക്കണ്ടേ, ഉപദ്രവിച്ചല്ല പഠിപ്പിക്കണ്ടേ. ചില പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ആങ്ങളമാര്, അനിയന്മാരോ ചേട്ടന്മാരോ പെങ്ങളെ തല്ലാം. അറിയാലോ, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഉപദ്രവിക്കാം, എങ്ങനെ വേണമെങ്കിലും അടിക്കാം. പെങ്ങള് സമയം വൈകിയ അടിക്കാം, പെങ്ങൾക്കൊരു പ്രണയം ഉണ്ടായാൽ പെങ്ങളെ അടിക്കാം. മനസ്സിലായോ? അങ്ങനെ വേണ്ട, പെങ്ങൾ എന്ത് ചെയ്താലും പെങ്ങളെ അടിക്കാം. അടിക്കാനുള്ള അധികാരം, അതായത് ചേട്ടൻ എന്ന് പറയുന്നത് അച്ഛന്റെ സ്ഥാനം എന്ന് പറയുന്നത്, അനിയൻ എന്ന് പറയുന്നതും ചേച്ചിയെ നോക്കാനുള്ള ആളാ. അപ്പൊ ഇവിടെ എല്ലാവരും ടാർഗറ്റ് എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടില്. മനസ്സിലായോ? ഇതിന് അടി കിട്ടും, ഒരാളും ചോദിക്കില്ല. ഒരു ആങ്ങള സ്വന്തം പെങ്ങളുടെ മുഖത്തിട്ട് ഒരു അടി അടിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിച്ചാൽ ആ വീട്ടിലുള്ള അച്ഛനും അമ്മയും ബന്ധുക്കാരും എല്ലാവരും മിണ്ടാതെ നിൽക്കുള്ളൂ. കാരണം എന്താ? അവന്റെ ഭാഗത്ത് ശരിയുണ്ട്, അവളുടെ ഭാഗത്ത് ശരിയല്ല. അല്ലെങ്കിൽ സ്വന്തം ആങ്ങളെ സ്വന്തം പെങ്ങളെ അടിക്കില്ലല്ലോ. ഈ ഒരു ജനറൽ ചിന്ത വരും ഇവർക്ക് എല്ലാവർക്കും. ഉപദ്രവിക്കും. ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഇമോഷനും ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും പുരുഷനോട്? ആണല്ലോ. അമ്മ ഒബ്വിയസ്ലി സപ്പോർട്ടാണ്, അമ്മേനെ മാറ്റി നിർത്താം. എങ്കിലും ആ പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന, ആ പെൺകുട്ടി
ആരോടും പല പെൺകുട്ടികളും നമ്മൾ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് ആരെയും വിശ്വാസമില്ലാതെ, അവർക്ക് ആരോടും സ്നേഹമില്ലാതെ, ആ സ്നേഹം അനുഭവിക്കാതെ കടന്നു വരുന്ന കുറെ പെൺകുട്ടികളുള്ള കാലഘട്ടം. ഈ പെൺകുഞ്ഞുങ്ങളെയാണ് പിടിച്ച് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. അവരും ഇതുപോലെ തന്നെ അവിടെ കാണിക്കും. അതിന്റെ ഒരു അംശം അവിടെ കണ്ടു കഴിഞ്ഞ് ഇതുപോലെ പ്രതികരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ വലിയ ഇഷ്യൂ വരും. ഇങ്ങനെയല്ല പെൺകുട്ടികൾ വളർത്തുന്നത്. എന്താ അവിടെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുള്ള വ്യത്യാസം ഒന്നും അതിൻ്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പുരുഷന്മാരെ, ഇത് എനിക്ക് വന്നൊരു കേസാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാൻ കാരണം. വീട്ടിൽ നിന്ന് നിരന്തരമായ ഉപദ്രവങ്ങൾ വന്നപ്പോൾ എന്ത് പറ്റി? വിവാഹത്തിനോട് താല്പര്യമില്ലാതെ, അതായത് പുരുഷന്മാരോട് താല്പര്യമില്ലാതെ, ആരോടും താല്പര്യമില്ലാതെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. ഒരു ഭ്രാന്തിയായ, പലപ്പോഴും എന്തുകൊണ്ടാ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു വീട്ടിൽ നിന്ന് ഒരു 3-4 അടിയും ഉപദ്രവം കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ തോത്ത് കളഞ്ഞിട്ട് വീട്ടിൽ എങ്ങോട്ടും പോകും. നീക്കൂല. മനസ്സിലായമോ? കാരണം എന്താ? ഒരു ഉപദ്രവം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും വീടിന് പുറത്തുണ്ട്. കളിക്കാൻ പോവാം, കൂട്ടുകാരോടൊപ്പം നടക്കാം, മറ്റു പല ആക്ടിവിറ്റികളും ചെയ്യാം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു അടിയോ ഒരു ബുദ്ധിമുട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയും പോവാൻ പറ്റില്ല. വീടിന്റെ അകത്ത്, റൂമിന്റെ അകത്ത് അടഞ്ഞിരുന്നോണം. എന്നെ തല്ലി, ഞാനന്ന് കൂട്ടുകാരുടെ പോയി കറങ്ങിയിട്ട് വരാം, സമ്മതിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു പെൺകുട്ടിയെ, ഈ നമുക്ക് വരുന്ന ഏകദേശം ഒരു 60-70% പെൺകുട്ടികളും മാനസിക രോഗികളാക്കുന്നത് സ്വന്തം വീട്ടിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടത്തെ നമ്മുടെ പാരൻസിന്, അങ്ങനെ പറയാലോ, നമ്മുടെ പാരൻസിന് ഇപ്പോഴും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തേണ്ടതെന്ന് അറിയില്ല. സ്നേഹം കൊടുക്കാൻ അറിയാം. ഇഷ്ടം എന്തിനാ സ്നേഹം? എന്തിനാ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്തിനാ സ്നേഹം കൊടുത്തിട്ട്? എന്തിനാ സ്നേഹം കൊടുത്തിട്ട് നാളെ ഈ സ്നേഹത്തിന് കണക്ക് പറയാൻ വേണ്ടിയിട്ടാ. അല്ലാതെ എന്താ സംഭവിക്കുന്നത്? സ്നേഹമല്ല അവിടെ വേണ്ട, അവിടെ തിരിച്ചറിവ് വേണ്ടേ. ആ കുഞ്ഞിന് സ്നേഹത്തിനൊക്കെ അപ്പുറത്തിലും ആ കുഞ്ഞിന് എന്താണ് നീഡ് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലാവുന്നില്ല. കുഞ്ഞിന്റെ ആവശ്യം എന്താണ്? സ്നേഹം വേണം. അത് സ്നേഹം എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു ദിവസം സ്നേഹിച്ചു, അടുത്ത ദിവസം ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണം. ഇതല്ലേ അവസാന സ്നേഹത്തിന്റെ ഇതെന്ന് പറയുന്നത്? അവസാനം പറഞ്ഞതല്ലേ? മനസ്സിലായി? ഈ കണക്ക് പറച്ചിലല്ലേ കേൾക്കേണ്ട ജീവിതത്തിൽ മുഴുവനും? വേണ്ട. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അത് നടത്തി കൊടുത്താൽ മതി. കുഞ്ഞുങ്ങൾ തനിയെ വളർന്നോളൂ. മനസ്സിലാവുന്നില്ല? അതിനൊക്കെ വേണ്ട ഭക്ഷണം, അതിനൊക്കെ വേണ്ട സാഹചര്യം, കോൺഫിഡൻസ്. ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് സമയം ഇതെല്ലാം. ആ സമയത്ത് ആ കുഞ്ഞിന് കൊടുക്കേണ്ട കുറെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തില് ഏറ്റവും കൂടുതൽ സൈക്കിക് ആൺകുട്ടികളും സൈക്കിക് പെൺകുട്ടികളും ഉണ്ടായത് സൈക്കിക് മാതാപിതാക്കളിൽ നിന്നാണ്. സമൂഹത്തിൽ നിന്നോ ആ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നല്ല. ഒരിക്കലും ഒരു കൂട്ട് കൂടി നിർത്തിട്ടോ സമൂഹത്തിലോട്ട് പോയിട്ടോ ഒരാളും സൈക്കോ ഒന്നും ആവുന്നില്ല. സൈക്കിക് ക്യാരക്ടർ എവിടെയോ നിന്ന് ഡെവലപ്പ് ആയിട്ടുണ്ട് അതിന്റെ അർത്ഥം. ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ തപ്പി നമ്മൾ അവിടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും ടോക്സിക് ആയ പേരൻസും ഏറ്റവും ഇമോഷൻസിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാളുടെ ഇമോഷൻസിനും, സ്വന്തം മകളുടെയും മകന്റെയും കൂടെ അല്ലാതെ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ആരുടെ ഇമോഷൻസിനും വാല്യൂ ഇല്ലാത്ത ഒരു പാരന്റ്സിന്റെ അണ്ടറിൽ ജീവിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളാണ് ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൈക്കോത്തരം കാണിക്കുന്നത്. മനസ്സിലാവും? ആരുടെ തെറ്റാ? പറ്റൂല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാൻ നിൽക്കരുത്. നമുക്കൊരു നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടായിട്ടൊന്നും വേണ്ട ഈ ലോകം നന്നാവും, ഈ ലോകത്ത് കാര്യങ്ങൾ നടത്താനും. പറ്റൂല്ലെങ്കിൽ വളർത്തരുത്. ഒരു പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെൺകുഞ്ഞിനെ. കാരണം ഒരു പെൺകുട്ടിയെ അങ്ങനെയെല്ലാം മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഹോർമോൺ ചേഞ്ചുകൾ, അതിന്റെ മാനസികാവസ്ഥ, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശരീരത്തിന്റെ ഘടനകൾ, അതിന്റെ മസിൽസിന്റെ പവറുകൾ, ഇതെല്ലാം തിരിച്ചറിയണം. പല പെൺകുട്ടികളെ അതിന് വയ്യ. പല വീടുകൾ നമ്മൾ ചെന്നുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ജോലിയാ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു തെറാപ്പി വന്നു. കൊച്ചിന് എത്ര വയസ്സുണ്ട്? 10-21 വയസ്സുണ്ട് ആ പെൺകുട്ടിക്ക്. അത് പഠിക്കുക, വീട്ടുകാർ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. മനസ്സിലായി? ജോലി എടുക്കണം. അമ്മയുടെ തുണി അലക്കണം, അച്ഛന്റെ തുണി അലക്കണം, അനിയന്റെ ഡ്രസ്സ് അലക്കണം, വീട്ടിലെ ഭക്ഷണം വെക്കണം, അച്ഛനും ഭക്ഷണം എടുത്ത് വെക്കണം. അതായത് 18 വയസ്സ് 16-17 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സ്ഥാനം ഉള്ളത് ആ പെൺകുട്ടിക്കാണെന്ന് ഏൽപ്പിച്ചു കൊടുത്തേക്കാം. പിന്നെ വലിയ സ്ഥാനമാണല്ലോ അമ്മയുടെ സ്ഥാനം സ്വന്തം മകൾക്ക്. ആ പെൺകുട്ടീനെ സംബന്ധിച്ചിട്ട് ആ കാലഘട്ടത്തില് പഠിച്ച് ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിർത്തി സ്വന്തം പൈസ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയോ ആ പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. മാതാപിതാക്കളാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കരുത്. മനസ്സിലായോ? ജോലി എടുക്കാനല്ലല്ലോ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അല്ല, അമ്മേനെ സഹായിക്കണം, അതൊന്നല്ല വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ചില അച്ഛന്മാർക്കും ചില അമ്മമാർക്കും അത് കൃത്യമായിരിക്കണം. അതായത് ഇവർ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നത് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണ്. വീട്ടിലെ പട്ടീനെ കുളിപ്പിക്കാൻ, മുറ്റമടിക്കാൻ, ഇതെല്ലാം നിർബന്ധമോ? മനസ്സിലാവുന്നുണ്ടോ? അത്രയും പെർഫെക്ഷനിലോട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുറ്റത്ത് 2 പുല്ല് വളർന്നു കരുതിയോ 2 ഇല വീണെന്ന് കരുതിയോ ഒന്നും സംഭവിക്കില്ല. അത് അവിടെ കിടന്നോളും. പക്ഷെ ഈ ചട്ടകളുണ്ടല്ലോ, എന്താ കാരണം? സ്വന്തം മക്കൾക്ക് ഒരു തരത്തിലുള്ള വാല്യൂം ഒരു തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കാത്ത
അച്ഛനും അമ്മേനെയും എടുത്തു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇവരുടെ പേരൻസ് ഇവരോട് ചെയ്തത് എന്താണോ അത് തന്നെയാണ് മക്കളോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രത്യേകത അറിയുന്നു കൊടുക്കുന്നു. ഇതല്ല, ഈ അനാഥാലയങ്ങളില് പ്രായമായ മാതാപിതാക്കൾ വരുന്നതിനൊന്നും തെറ്റു പറയാൻ പറ്റില്ല. സത്യം പറയാം, നമുക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ പല അനാഥാലയങ്ങളിലുള്ള അച്ഛനമ്മമാരും അവർ നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല. അവർ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു തരി സ്നേഹം കൊടുക്കാതെ, ഒരു ആത്മാർത്ഥയില്ലാതെ പലതും കുഞ്ഞുങ്ങളെ അത്ര സൈക്കിക്കായിട്ട് വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് അവരെ ഉപേക്ഷിച്ചത്. എല്ലാവരുടെ കാര്യം ഇല്ലാത്ത പറഞ്ഞത്, വളരെ ചുരുക്കം ആളുകളുടെ കാര്യം പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, മക്കൾക്ക് ഒരു നിലയായി കഴിയുമ്പോഴേക്കും അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നത്. അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വേണ്ട രീതിയിൽ സ്നേഹിച്ച് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അവരെ തള്ളിക്കളയാനോ അവരെ അമ്പലത്തിൽ നടക്കി കൊണ്ടിരുത്താനോ തോന്നൂല. ഒബ്വിയസ്ലി നമുക്ക് അവരോട് ദേഷ്യം വഴക്കും പിണക്കൊക്കെ ഉണ്ടാവും. അത് ഏതൊരു മക്കൾക്കും ഏതൊരു അച്ഛനോടും അമ്മയോടും ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണ്. സ്നേഹത്തിന് കുറെ ഇമോഷൻസ് വർക്ക് ചെയ്യും അവരോട്, എത്ര ദേഷ്യവും വിഷമം തോന്നിട്ടുണ്ടെങ്കിൽ. അതെ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്ക്, ഈ ഇത്തരത്തിലുള്ള ചിന്താഗതികളും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയും കൊണ്ടാണ് ഓരോ വീടുകളിൽ നിന്നും ഓരോ സൈക്കിക് ആളുകളെ ഡെവലപ്പ് ചെയ്ത് പുറത്തോട്ട് വിടുന്നത്. എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് കുറ്റം പറയാം? ഏത് ദൈവത്തെ കുറ്റം പറയുന്നു, എന്നിട്ട് നമ്മൾ നാട്ടുകാരെ കുറ്റം പറയുന്നു, ആ കൂട്ടുകാരെ കുറ്റം പറയുന്നു. ഒന്നുമില്ല. ഒരു കൂട്ടുകാരനോ മറ്റൊരാളോ വിചാരിച്ചിട്ടൊന്നും ഒരു പരിധി വിട്ടുന്ന ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു പോകാലോ. ഒരു വട്ടം ഒരു മോശമായ ഒരു കാര്യം ചെയ്താൽ രണ്ടാമത്തെ വട്ടം ചെയ്യാൻ വേണ്ടതുള്ളത് ആ വ്യക്തിയുടെ തീരുമാനമല്ലേ. പിന്നെ എന്തുകൊണ്ട് രണ്ടാമത്തെ വട്ടം ചെയ്തു? രണ്ടാമത്തെ വട്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വട്ടം ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അതിപ്പോ ഡ്രഗ്സ് ആവട്ടെ, എത്ര മോശമായ കാര്യമാവട്ടെ, ആ തിരിച്ചറിവ് എന്തുകൊണ്ടില്ലാതായി പോയി? ആ തിരിച്ചറിവ് വരണമെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഡെവലപ്പ് ആവണം. സ്വന്തം വീട്ടിൽ നിന്ന് ഡെവലപ്പ് ആവാത്ത ഒരു സാധനം ഒരാളുടെ ക്വാളിറ്റീസും പ്രതീക്ഷിക്കേണ്ട.